ഹലോ ഹലോ, എവിടെയാടാ? പറടാ. കൊറേ നേരമല്ലേ വിളിക്കുന്നു, നിന്നെ കിട്ടുന്നില്ലല്ലോ. ഏ കൊറേ നേരമായി വിളിക്കുന്നു, കിട്ടുന്നില്ല. കിട്ടുന്ന അവിടെ റേഞ്ചിന്റെ കംപ്ലൈന്റ്. ആണോ? ആ ഭക്ഷണം കഴിച്ചാ? ആ കഴിച്ച്. കഴിച്ചാ? ആ ആ, കഴിച്ചോ? ഞാൻ കഴിച്ചു. ആ എന്താ ഉച്ചോറക്കാണോ? ഇല്ല. പിന്നെ ഉം കാണാൻ തോന്നുന്നുണ്ടാ. എന്നാ നീ ഇങ്ങോട്ട് പോര്. അയ്യടാ, അതെന്താ? എനിക്കെന്താ തരാ? ഏ എനിക്കെന്താ തരാ? നിനക്ക് തരാലോ, നീ പോര് ഇങ്ങോട്ട്. നീ ഇങ്ങോട്ട് പോര്, നിനക്ക് എന്താ വേണ്ട, ഞാൻ തരാം. അതെ, എല്ലാം തരുമോ? എല്ലാം തരുമോ? പിന്നെന്താ, എല്ലാം തരാം. നിന്റെ പിന്നെ ആ എങ്ങനെ എവിടെ എന്തൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ വരുമ്പോ നോക്കണം. മോശാട്ട തള്ളയുണ്ട്, മോശാട്ട തള്ള. എങ്ങനെ അങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടി? ഇവനെ തക്കാളി പോലത്തെ ഒരു കുട്ടിയല്ലേ, നിനക്ക് എങ്ങനെ കിട്ടി ഇയാളെ? എന്ത് ചെയ്യാനാ, കാരണം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പണ്ടത്തെ അവസ്ഥയല്ല. കാരണം എന്താന്നറിയാം, ഇവര് കുറച്ച് സ്വത്ത് മുതലുള്ള കണ്ടപ്പോ എന്റെ അച്ഛനമ്മ ഇവരെ തലയിലിട്ടതാ. അവർക്ക് പിന്നെ സ്വർണവും വണ്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. അന്ന് നോക്കുമ്പോ തള്ളയുടെ നാക്ക് എന്തൊരു നാക്കാന്നറിയോ? ഒരു രക്ഷയില്ല നാക്കെന്നറിയോ. മൂശാട്ട് പിടിച്ച തള്ളയാ. ഒരു മോനുണ്ട്, മുഴന്തൻ. നീ വാടാ. ഞാൻ എത്ര മണിക്ക് എത്തണം? നീ രാത്രി ഒരു 10 മണിയാകുമ്പോ എത്താൻ പറ്റുമോ? 10 മണിക്കല്ലേ? പിന്നെ നീ വരുമ്പോ എന്താന്നറിയോ, ഞാൻ ബേക്കത്തെ ഡോറ് തുറന്നു വെക്കും. പിന്നില്ലേ, പുറകിലുള്ള പറമ്പിൽ നിർത്തിയാ മതി കേട്ടോ വണ്ടി. അറിയാം. വാടാ. അന്ന് വന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. പൊളിക്കട്ടാ. പിന്നെ മുഷാണ്ടി തള്ള ഉണ്ടവിടെ? മുഷാട്ടി തള്ള ഒന്നും ഉണ്ടാവില്ല, അതിനൊക്കെ ഉറങ്ങും. ആയിക്കോട്ടെ എന്നാ വെച്ചോ. അതേ, ഒന്ന് കാണണം. നീ വീഡിയോ കോളോ? ഒരു മിനിറ്റ്, വീഡിയോ കോൾ വരാം. പറഞ്ഞോ. ഒന്ന് കാണണം. കണ്ടില്ലേ? ഒന്നും കൂടി താഴോട്ട്. നിനക്ക് നേരിട്ട് വാ, എല്ലാം തരാം. ചക്കരയല്ലേ? ഓക്കെ. മറക്കരുത്, രാത്രിക്ക് വരണേ. നോക്കാം. ഞാന് പിന്നെ തള്ള ഉറങ്ങിയാന്നല്ലോ നോക്കാം. ആയിക്കോട്ടെ. ശരി, എന്നാ വെച്ചോ. എവിടെന്ന് അത് ഒരു മഴന്ത, ഒന്നിനും കൂടുതൽ കിഴങ്ങ്. അല്ല, വരുമ്പോ ആരെങ്കിലും കണ്ടോ? ഇവിടെ ഒരു മോശമായിട്ട് തള്ളയുണ്ട്. എന്തൊരു ഇഷ്ടം പറയാം. പിന്നെ ഒരു കിഴങ്ങനോ എപ്പോഴും വെള്ളം. പിന്നെ നമുക്ക് രണ്ടാക്കും എവിടെയെങ്കിലും പോയാലോ? നമുക്ക് കല്യാണം കഴിച്ചാലോ? നീ ഫോൺ ചെയ്യുന്നതല്ലേ ഞാൻ ഇവിടെ നിന്ന് കേട്ട്. എന്റെ മകൻ കല്യാണം കഴിച്ചിട്ട് ചെലവിന് കൊടുത്തത്
ഞങ്ങൾ ഒരുപാട് കാലമായി തുടങ്ങിയിട്ട് ഒരുപാട് കഴിഞ്ഞ് ഇറക്കിക്കൊണ്ട് പോടാ എന്റെ വീട്ടിൽ നിന്ന്. ഞാൻ ഇറങ്ങി പുറത്ത്. ഞാൻ പോവില്ല ഞാൻ പോവില്ല പോവില്ല. ഞാൻ ഈ തലയിലോട്ട് അടിപ്പിച്ചോ പറഞ്ഞേക്കാം. നിങ്ങൾ എന്റെ മേത്ത് തൊട്ട് നോക്ക്. നിങ്ങളാ ആ. തൊട്ട് നോക്കണേ. ഇറങ്ങണേ, എങ്ങോട്ട് വേടാ നീ? ഇങ്ങോട്ട് വേടാ. വേണ്ട. ഞാൻ പോവും ആ, പോടി. ഈ ഉള്ളിക്കിഴങ്ങിൽ ഒന്നിനും പറ്റില്ല. എനിക്ക് അവന് ഇഷ്ടം. ഞാൻ അവന് ഇറങ്ങി പോടാ. എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ പോടാ. ഇറങ്ങി പോണെങ്കിലേ എനിക്കിവിടെ സ്വത്ത് കിട്ടാനുണ്ട്. അത് തന്നിട്ടേ പോകുള്ളൂ. സ്വത്ത് കൊണ്ട് നീയാണോ വന്നത്? നീ സ്വത്ത് കൊണ്ടാണോ വന്നത്? വന്നു എടി, എന്റെ മോനെ ഉണ്ട് സ്വത്തായിട്ട്. വന്നു നീ എന്ത് കൊണ്ടുവന്നു എന്റെ വീട്ടിൽ നിന്ന്? എന്താ കൊണ്ടുവന്നെന്ന് പറയാം. എടുത്തിട്ട് പോടി നിന്റെ സ്വത്ത് സാധനമൊക്കെ. നല്ല സൂക്ഷിച്ച് സംസാരിച്ചു. നീ വാടി നമുക്ക് പോവാം. ഞാൻ അവന്റെ കൂടെ ഇറങ്ങടാ. നീ എന്തിനിങ്ങനെ നടക്കുന്നത്? നീ എന്തിനിങ്ങനെ നടക്കുന്നത്? പൊട്ടന്റെ കല്യാണം കഴിച്ചിട്ട് വന്നേക്കോ തള്ള. ഒളിഞ്ഞു നോക്കും. ഞാൻ എന്റെ വീട്ടിൽ പിന്നെ ഒളിച്ചു നിൽക്കാതെ എന്ത് ചെയ്യും? ഞാൻ എന്റെ വീട്ടിൽ ഒളിഞ്ഞു നിൽക്കണത്. നീ വന്നേ. എന്റെ മോന്റെ വീട്ടിലാണ് ഞാൻ ഒളിഞ്ഞു നിൽക്കുന്നത്. നിങ്ങൾ മോനെ കൊണ്ട് ഒന്നും പറ്റത്തില്ല. അതുകൊണ്ടാ നിങ്ങൾ മോനെ കൊണ്ട് ഒന്നിനും പറ്റത്തില്ല. പറ്റില്ലെങ്കിൽ പോ, ഇറങ്ങിപ്പോ. എല്ലാവരും ഇറങ്ങിപ്പോ. ഞാൻ ഇറങ്ങിപ്പോ. നിന്നെ വേണോ കാണിക്കേ? ഒരു പെണ്ണിനെ മര്യാദ കറുത്ത് അറിയാൻ പോലെ കല്യാണം ക്യാമറ കണ്ടിട്ടൊന്നല്ല ഞാൻ വന്നത്. എന്താ ഇവർ രണ്ടും കൂടെ എന്തായിരുന്നു നോക്കിയാ നീ? നോക്കിയാ? പോടാ ഇറങ്ങി. നീ വന്നേ. ഇറങ്ങി പോടാ. പോടാ ഇറങ്ങി. അവളുടെ വീട്ടിൽ കൊണ്ടാക്കണം. അവളെ ചെല്ലി അവളെ പിടിച്ചുകൊണ്ട് അവിടെ വീട്ടിൽ കൊണ്ടാക്ക്. എന്നെ തൊട്ട് പോകരുത്. അവളെ തൊട്ടാ നിന്നെ കൈ വെട്ടും. ഇറങ്ങിപ്പോടാ. എന്തമ്മ എടാ, ആണുങ്ങൾ ചൊവ്വല്ലെങ്കിൽ പെണ്ണുങ്ങൾ പോവും. ഇപ്പൊ മനസ്സിലായ? അടിച്ചു തന്നെ